ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി പാൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഈ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് വേണ്ടത് ഓയിലാണ്. ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലോ അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ 1 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എടുക്കാവുന്നതാണ്. ഞാൻ വലിയ മുട്ട ആയതുകൊണ്ടാണ് 1 എടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇനി ഇത് മുട്ട ചേർക്കാതെയും ഈ റെസിപ്പി ചെയ്തെടുക്കാം, അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മുട്ട ഈ ഒരു മാവിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് വേണ്ടത് പാലാണ്. വെള്ളത്തിലല്ല നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്, പാലിലാണ്. ഇളം ചൂടുള്ള ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓവറായിട്ടുള്ള ചൂടുള്ള പാൽ എടുക്കരുത്. ഇനി നമുക്ക് കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലൊന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായി പോവരുത്, എന്നാൽ നല്ല ലൂസായിട്ടും പോവരുത്. എന്താ മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സോഫ്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഈ റെസിപ്പി ഫ്ലോപ്പായി പോവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അല്പം ഓയിലൊന്ന് തൂവി കൊടുക്കാം. ഓയിലോ ഇനി ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. നിങ്ങൾക്ക് ക്ലീൻ റാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഒന്ന് അടച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ടില്ല എങ്കിൽ മാവ് ഡ്രൈ ആയി പോവും. അപ്പോൾ നമ്മളെ ഒരു പാൽ പൊറോട്ട കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി അതിവിടെ ഒരു 10 മിനിറ്റ്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒന്ന് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാവൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതിന്ന് ഓരോ പീസ് എടുത്തിട്ടൊന്ന് ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്തെടുക്കുന്ന ഒരു ബോളുണ്ടല്ലോ, അതിലേറെ കുറച്ചും കൂടെ ഒന്ന് വലിയ ബോളായിട്ട് വേണം അതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ബോളും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെതാ എല്ലാം ഇവിടെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ച് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് ഡ്രൈ ആയി പോവും. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഓരോ ബോളായിട്ടൊന്ന് എടുത്തിട്ട് പരത്തിയെടുക്കാം. കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇത് കുറച്ചൊരു തിന്നായിട്ട് വേണം അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓവറായിട്ട് തിന്നായി പോവാനും പാടില്ല. ഇത് നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് അല്പം ഓയിലോ ഗീയോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം മൈദാമാവൊന്ന് തൂവി കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡിൽ നിന്നും ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൈദാമാവ് ഒന്ന് തൂവി കൊടുക്കാം. ഇങ്ങനെ മൈദാമാവ് തൂവി കൊടുക്കുമ്പോൾ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് ലെയറായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മൈദാമാവ് ഒന്ന് തൂവി കൊടുക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഓയിൽ ബ്രഷ് ചെയ്യുക. എന്നിട്ട് മൈദാമാവ് ഒന്ന് തൂവി കൊടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മടക്കിയിട്ട് ഒരു സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മാവും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇത് അടച്ച് തന്നെ വെക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ഓരോരോ മാവ് എടുത്തിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പരത്തിയെടുക്കാം. സ്ക്വയറായിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നല്ല പ്രഷർ കൊടുത്തിട്ട് ഇത് പരത്തിയെടുക്കരുത്. നല്ല സോഫ്റ്റായിട്ട് വേണം അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതിനി ഒന്ന് പരത്തിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിന് നമുക്ക് എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഇതൊന്ന് പരത്തിയെടുക്കേണ്ടത്. എല്ലാം ഒന്ന് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാന് വെച്ച് ചൂടായിട്ടുണ്ട്. പാന് നല്ല പോലെ ചൂടായി വന്നാൽ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡും നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മാവ് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും. ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇങ്ങനെ പൊങ്ങി വന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു മാവ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. നമ്മൾ സോഫ്റ്റായിട്ട് തന്നെ മാവൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ അവിടെയും കൂടെ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ഫ്ലഫിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മിൽക്ക് പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ്. നമുക്കതുപോലെ മുട്ട ചേർക്കണം നിർബന്ധമില്ല. മുട്ട ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. മുട്ട ഇല്ലാതെയും ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം ഇവിടെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അങ്ങനെ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് മിൽക്ക് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ അതിൻ്റെ ലെയറൊക്കെ കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇന്നിവിടെ സെർവ് ചെയ്യുന്നത് ചിക്കൻ കടായിയുടെ കൂടെയാണ്. ഇതിൻ്റെ ചിക്കൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഒരു
മിൽക്ക് പൊറോട്ട റെഡി ആക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.